ബൂം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, ഇതൊരു എൻ്റെ ഒരു വ്ളോഗിങ് ചാനലാണ്. എൻ്റെ പേര് അരുൺ എന്നാണ്. എനിക്ക് ഏകദേശം 24 വയസ്സായി. ടെക്നിക്കലി ഞാനൊരു യൂട്യൂബറാണ്. എനിക്കൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. ബൈക്കിൻ്റെ റിവ്യൂസും അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇടുന്നൊരു ചാനലുണ്ട്. അധികം ഞാൻ ഏകദേശം ഒരു 6 കൊല്ലമായി. വളരെ ഇൻകൺസിസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 42,000 സബ്സ്ക്രൈബേഴ്സിൽ വന്നിങ്ങനെ സ്റ്റക്കായി നിൽക്കുവാണ് ചാനൽ. കാര്യമായിട്ടൊന്നും ആ ഒരു ചാനലിൽ നമ്മൾ ചെയ്യുന്നില്ല, ബട്ട് റവന്യൂ സ്റ്റിൽ ഉണ്ടാക്കാറുണ്ട്. വൺസ് ഇൻ 3 to 4 months ഒക്കെ ഇടയ്ക്കിടയ്ക്ക് റവന്യൂ വരാറുണ്ട്. അപ്പം ഈ ചാനൽ, ഈ ഒരു വ്ളോഗിങ് ചാനൽ തുടങ്ങേണ്ട ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്, എനിക്കിപ്പോൾ ഒരു 24 വയസ്സായി. അടുത്തൊരു 24 കൊല്ലം എൻ്റെ ജീവിതം എങ്ങനെ പോകുന്നു, എത്രത്തോളം പ്രോസസ്സ്, ഐ മീൻ എത്രത്തോളം മാറ്റങ്ങളുണ്ട്, എത്രത്തോളം ഗ്രോത്ത് വന്നിട്ടുണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് സെൽഫ് അനലൈസ് ചെയ്യാനും, പിന്നെ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർക്കൊക്കെ പിന്നീടൊക്കെ ഇടന്നേരം എടുത്ത് നോക്കാൻ വേണ്ടിയിട്ടുമാണ്. പിന്നെ ശരിക്കും കേസ് ജീവിതത്തിൽ മോണിറ്ററി ബെനിഫിറ്റ് കിട്ടുന്ന കാര്യങ്ങളിലോട്ട് കൂടുതൽ ഇതുവരെ ഫോക്കസ് ചെയ്തിട്ടില്ല. ഏകദേശം ഞാൻ പറഞ്ഞില്ലേ, യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് ഒരു 6 കൊല്ലം, ഇതിപ്പോൾ 7ാമത്തെ കൊല്ലമായി. ഇതിൻ്റെ ഇടയിൽ വർക്കിന് പോയിട്ടുണ്ട്. ഐ മീൻ, ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് പഠിച്ചത് കോളേജിന് ശേഷം. അപ്പം കോളേജ് ടൈമിൽ തന്നെ യൂട്യൂബ് ഉണ്ട്. അപ്പോൾ യൂട്യൂബായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ട് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലോട്ട് പോയി. ജോലിക്ക് കയറിയപ്പോഴത്തേനുള്ളൊരു എയിം എന്ന് പറയുമ്പോഴത്തേനും ജോലി ചെയ്തുകൊണ്ട് യൂട്യൂബ് ചാനലൊന്ന് സെറ്റാക്കണമെന്നായിരുന്നു. പക്ഷേ ഒന്നും നടക്കില്ല. ജോലിക്ക് പോയാൽ പിന്നെ അതിലങ്ങ് ജീവിതം അങ്ങ് തള്ളി നീക്കേണ്ടി വരും. അങ്ങനെ ഒരു 4-5 മാസം വർക്ക് ചെയ്യും, പിന്നെ അവിടെ നിന്ന് റിസൈൻ ഇടും, ഇറങ്ങും, കുറച്ചാൾ വീണ്ടും യൂട്യൂബിൽ നോക്കും, വീണ്ടും യൂട്യൂബ് മാത്രം നോക്കുമ്പോഴത്തേനും വീട്ടിൽ നിന്നുള്ള പ്രഷറും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ വീണ്ടും ജോലിക്ക് കയറും. അങ്ങനെയാണ് കുറച്ച് നാൾ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിനുശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനിയായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിൻ്റെ പിറകെ പോയി. ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറയുന്നു. പെട്ടെന്ന് ഏകദേശം ഒരു 8 മാസം അതിനു വേണ്ടി, 8-9 മാസം അതിൻ്റെ പിറകെ കളഞ്ഞു. പക്ഷേ ദേ ബിക്കം സൈലൻറ്റ്, സമാധിയായി അവർ. അപ്പം അങ്ങനെ അതിനുശേഷം വീണ്ടും കരിയർ പിക്കപ്പ് ചെയ്തെടുക്കാൻ കുറച്ച് ടൈം എടുത്തു. അപ്സ്കിൽ ചെയ്തു, വീണ്ടും ഒരു ഏജൻസിയിൽ വർക്കിന് കയറി. അപ്പോൾ വീണ്ടും എനിക്ക് കുറച്ച് പേഴ്സണൽ പ്രശ്നങ്ങൾ വരുന്നു. അതായത് ഈ നമുക്കെന്താ പറയുക, ഫൈനാൻഷ്യലായിട്ടുള്ള ഓൾറെഡി കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ എഫേർട്ട് ഇട്ടിട്ടും ഈ ഇൻറ്റേർണൽ പൊളിറ്റിക്സ്, മെയിനിൽ അതാണ്, ഇൻറ്റേർണൽ പൊളിറ്റിക്സിൻ്റെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഇൻറ്റേർണൽ പൊളിറ്റിക്സ് നമുക്കെതിരെ വന്നു കഴിഞ്ഞാൽ തൂക്കി ഇടിക്കുക എന്ന് പറഞ്ഞൊരു മെൻറ്റാലിറ്റിയിലാണ് നമ്മളൊക്കെ വളർന്നു വന്നത്. അത് ശരിക്കും ഒരു തെറ്റായിട്ടുള്ളൊരു ചിന്താഗതിയാണ്. അത് സർവൈവ് ചെയ്യണം വരുന്നത്. പക്ഷേ ചെയ്യാം, പക്ഷെ അതിനുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് അതൊക്കെ തരണം ചെയ്തിട്ടും എന്തെങ്കിലും ബെനിഫിറ്റ് നമുക്ക് ഉണ്ടാവുന്ന സ്ഥലത്ത് അത് തരണം ചെയ്തിട്ടേ കാര്യമുള്ളൂ എന്ന് തോന്നുന്നു. അപ്പം കുറച്ചാൾ മുമ്പുള്ളൊരു പ്ലാൻ തന്നെയായിരുന്നു ഈ പുറത്തോട്ട് പോവുക, ജോലിയായിട്ട് തന്നെ പുറത്തോട്ട് ജോലി നോക്കാനായിട്ട് പുറത്തോട്ട് പോവുക എന്നൊക്കെ. കാരണം ഒന്നുമില്ലെങ്കിലും പണിയെടുക്കുന്നതിനുള്ള കറക്റ്റ് ശമ്പളമെങ്കിലും കിട്ടും എന്നുള്ളൊരു തോട്ടിലാണ് പുറത്തോട്ട് പോകുന്നൊക്കെ വിചാരിക്കുന്നത്. അതിനുശേഷം പിന്നെ നമ്മൾ വിചാരിച്ചു ഓക്കെ, നാട്ടിൽ തന്നെ എന്തെങ്കിലും നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ നടക്കത്തില്ല. ഇപ്പം ലാസ്റ്റ് വന്നിട്ട് നാട്ടിൽ തന്നെ നോക്കാമെന്നൊക്കെ പറഞ്ഞെല്ലാം ഡിഗ്രി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഡിഗ്രി സർട്ടിഫിക്കറ്റ് വരാൻ പോകുന്നു. അപ്പോൾ ഇതാ നടക്കുന്നു യുദ്ധം, ഇറാൻ ഇസ്രായേൽ യുദ്ധം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇനി എന്തായാലും പുറത്തോട്ട് തന്നെ പോകാനുള്ളൊരു പ്ലാനാണ്. ബാക്ക് ഓഫ് ചെയ്യുന്നില്ല. ഇനി എന്തായാലും നമ്മൾ പുറത്തോട്ട് തന്നെ പോകും. അതിൻ്റെ ഇടയിൽ നമ്മുടെ യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കണം. എവിടെ പോയാലും ആ ചാനലിലും ഈ ചാനലിലും അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്ന രീതിയിലൊക്കെ സെറ്റ് ചെയ്യണം. അത്രയേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, പിറകിലിരിക്കുന്നത് നമ്മുടെ കുഞ്ഞനാണ്. ഹായ്, കുഞ്ഞനാണ് ഗൈസ് ഇത്. കുഞ്ഞനെ ഇപ്പം നമ്മൾ അഴിച്ചു വിട്ടിക്കുകയാണ്. ഇപ്പം പിടിച്ച് കെട്ടാനുള്ളൊരു വകുപ്പില്ല. അവൻ്റെ കിടന്ന് ഭയങ്കരമായിട്ട് വിളിച്ചുകൊണ്ട് നമ്മൾ അഴിച്ചു വിട്ടിക്കുകയാണ്. പിന്നെ അവിടെ ഒരു ഐറ്റം കിടപ്പുണ്ട്, നമ്മളെ പൂച്ചക്കുട്ടിയാണ് മീനു. ഇപ്പം ഇവരൊക്കെയാണ് നമ്മുടെ സന്തോഷം. ഒരു വലിയൊരു ഹ്യൂജ് ഫ്രണ്ട് സർക്കിളൊക്കെ ഇപ്പോഴും ഉള്ളൊരു വ്യക്തി തന്നെയാണ്. പക്ഷേ എല്ലാം സാച്ചുറേറ്റഡ് ആവണ ഒരു പോയിന്റ് ഉണ്ടല്ലോ. 24-25 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ജീവിതത്തിൽ എല്ലാം പയ്യെ സാച്ചുറേറ്റ് ആവുന്നൊരു പോയിന്റ് വരും. എൻ്റെ ജീവിതത്തിൽ അത് ഒരു 21ാമത്തെ വയസ്സ് തൊട്ട് തന്നെ സാച്ചുറേറ്റഡ് ആയി വന്നതായിരുന്നു. പക്ഷെ നമ്മളെല്ലാത്തിനെയും പിടിച്ചു നിർത്താൻ വേണ്ടി നോക്കി, കുറേ സമയം പോയി, മെൻ്റലി പോയി കുറേ. അതിൽ നിന്നൊക്കെ ഇങ്ങനെ റിക്കവറായി വരുന്നു. അല്ലേ, റിക്കവറായെന്ന് തന്നെ പറയുന്നു. കാരണം അതൊന്നും ഒരു ഇതല്ലല്ലോ. അതിനൊന്നും മൈൻഡ് ചെയ്യാൻ പാടില്ല. കുറച്ചാളൊക്കെ തലയിൽ വെച്ചുകൊണ്ട് നടന്നില്ല കുറേ കാര്യങ്ങൾ. മേ ബി കുറച്ച് പേർക്കെങ്കിലും അതൊക്കെ കണക്റ്റ് ആവും. 10-24-25 വയസ്സൊക്കെ കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാവും.
അത്രേ ഉള്ളൂ. ഞാൻ കൂടുതൽ ദീർപ്പിക്കുന്നില്ല കേസ്. നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ അമ്മേനെ വിളിക്കാൻ വേണ്ടി പോകണം. അമ്മയ്ക്ക് വണ്ടി പണിയായി സർവീസ് സെൻ്റർ ഇരിക്കണം. അപ്പോൾ അമ്മേനെ ഒന്ന് വിളിക്കാൻ വേണ്ടി പോകണം. അപ്പം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ ചാനലിൽ ഡിസ്കസ് ചെയ്യുക. ഓക്കെ, ഇതാണ് എൻ്റെ അമ്മ. ഇടിയപ്പച്ച് വാങ്ങിച്ചിട്ട് പോയി. ഇത് ഇന്നലെ മെല്ലാണ് വാങ്ങിച്ചിട്ട് പോയി. മാവ് ഇട്ടപ്പോൾ കറങ്ങില്ല, അതുകൊണ്ട് കൊടുത്തപ്പോൾ വേറെ എടുക്കാൻ പോയി. അമ്മ എനിക്ക് ഇത്രയും കൂടുതൽ വേണ്ട. മരിച്ചിനെയും കൂടെ വാങ്ങാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ് ഗൈസ്. പക്ഷേ മരിച്ചിനെയും കൂടെ വാങ്ങാൻ വേണ്ടിയിരിക്കുകയാണ്. ഇത് നമ്മളെ പാളയം മാർക്കറ്റാണ്. ഇപ്പോൾ നമ്മൾ പാളയം മാർക്കറ്റ് പണി നടക്കുന്നുണ്ട്. ഇപ്പം ഈ ഒരു സൈഡിലോട്ടാക്കിയിട്ടുണ്ട്. അമ്മച്ചി കുറച്ചേ വാങ്ങുള്ളൂ. എൻ്റെ കയ്യിൽ അത്രയാക്കി വാങ്ങി. ആ മതി അമ്മേനെ വിളിക്കാൻ വേണ്ടി വന്നിട്ട് ഞാൻ എന്താ നമ്മൾ പാളയം മാർക്കറ്റിലോട്ട് വന്ന് മീൻ തല വാങ്ങാൻ വേണ്ടി. നമ്മുടെ ബൈക്കാണിത്. ഈ സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയി. താഴെ ഇറങ്ങി നമുക്ക് കണ്ട കാഴ്ച ഞാൻ കാണിച്ചില്ല. ബിട്രൈ തള്ളയും മോളും ഇരുന്ന് വെട്ടി വീഴുന്നു. ഉണ്ടാക്കിയത് കാണിച്ചു തരാം. തലക്കറിയാണ്, നല്ല ചൂരമീൻ്റെ തലക്കറി. കപ്പ, മരിച്ചിനി കപ്പ. ഗൈസ് പക്ഷേ തള്ളയ മോള് തന്നെ പറ്റിച്ച് ഗൈസ്, പറ്റിച്ച്. സോ ഗൈസ് ലാസ്റ്റ് നമുക്ക് നമ്മളെ മരിച്ചിനി മീൻ തലക്കറി, മീൻസ് തലക്കറി, മുളക് കറി, തേയില വെള്ളം, പിന്നെ ബോഞ്ചി വെള്ളം. അപ്പോൾ കേസ് അത് അമ്മയും അനിയത്തി ഞങ്ങളുടെ ഉറങ്ങുന്നതുകൊണ്ട് എന്നെ വിളിക്കാതെ അവർ കഴിച്ചു തുടങ്ങി. കറക്റ്റ് അവർ കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ എണീറ്റ് പോവുകയും ചെയ്തു. അപ്പം അന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ കേസ് ലൈക്ക് അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു. അമ്മ അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും. അപ്പോൾ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. അപ്പം ഞാൻ ഒരു സംഭവം നമ്മൾ കുറച്ച് ജീവിതത്തിലൊക്കെ ഒരു ചേഞ്ചും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട്
ഒരു സംഭവം കേട്ടു, അതായത് 5 AM ക്ലബ് എന്ന് പറയും. അതായത് എല്ലാ ദിവസവും 5 മണിക്ക് എണീക്കുക, ഫസ്റ്റ് 2 മണിക്കൂർ കുറച്ച് പ്രോഗ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, ജീവിതത്തിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഇതാണ് 5 AM ക്ലബിനകത്ത് നടക്കുന്ന പ്രോസസ്സ്. പറയാൻ വന്നത് ഈ 5 AM ക്ലബിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മളിപ്പം ഒരു ദിവസം മാത്രം ഒന്നോ അല്ലെങ്കിൽ ഒരു വീക്കിലി ഒരു 4 days മാത്രം എടുത്തിട്ട് കാര്യമില്ല. സാറ്റർഡേ സൺഡേ പോലും ഓഫില്ല. എല്ലാ ദിവസവും നമ്മൾ 5 മണിക്ക് എണീക്കണം. ഇതിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ 3 മാസം വരെ മിനിമം ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളതാണ്. രാവിലെ എണീക്കുക, നമ്മുടെ ഒരു സ്കില്ല് എന്തിലോട്ടാണോ നമ്മൾ അക്യൂർ ചെയ്യേണ്ടത് അതിലോട്ട് ഫോക്കസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ വരുന്ന വീഡിയോസിൽ പറയാം. കാരണം അത് ചെയ്താൽ അതിൽ റിസൾട്ട് ഉണ്ടെങ്കിലൊക്കെ മാത്രമല്ല നമ്മൾ ചെയ്തിട്ട് കാര്യമുള്ളൂ. എന്തായാലും ഇത്രയൊക്കെയാണ് കേസ്. ഇനിയും വെറുതെ കുറേ കാര്യങ്ങൾ നമ്മൾ സമയം കളഞ്ഞിട്ടുണ്ട്. ഇപ്പോഴൊക്കെ ആണെങ്കിൽ ഉറക്കം കുറച്ച് കൂടുതലാണ്. കുറച്ച് നാൾ മുമ്പൊക്കെ ഉറക്കമൊക്കെ ഇല്ലാതെയൊക്കെ തന്നെ നമ്മൾ തെണ്ടിത്തിരി നടന്ന് കുറേ ഇതൊക്കെ സിറ്റുവേഷനൊക്കെ ഉണ്ട്. കുറേ ആൾക്കാർക്ക് വേണ്ടി അല്ലാതെ വെറുതെ കൂട്ടുകാരമ്മയുടെ കമ്പനി അടിച്ച് കിടന്ന കുറേ സമയമൊക്കെ പോയിട്ടുണ്ട്. അതൊക്കെ കൊണ്ടായിരിക്കാം ഇപ്പോൾ ശരീരം ഭയങ്കര അധികം ടയേർഡാണ്. ഒരു വൈകിട്ടൊക്കെ 2 മണിക്കൂറൊക്കെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. പറയുമ്പോഴത്തേനും ഭയങ്കര ബാലിശമായിട്ടൊക്കെ പറയുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ ഇത് റിയാലിറ്റി ആണല്ലോ. നമ്മൾ ഐ എം എക്സ്പോസിങ് മൈ റിയാലിറ്റി ടു ഫൈൻഡ് ഓർ ടു ഗ്രോ, അത്രേ ഉള്ളൂ. അപ്പോൾ ലൈക്ക് ഇന്നത്തെ വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ ഗൈസ്. ഞാൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. നാളെ രാവിലെ 6 മണി to 6:30 എണീക്കണം. എണീറ്റ് കാര്യങ്ങൾ ചെയ്തു തുടങ്ങണം. ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കി കാര്യങ്ങൾ ചെയ്തു തുടങ്ങണം. അപ്പം എന്തൊക്കെയാണ് ചെയ്യുന്ന കാര്യങ്ങളെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. ഞാൻ ഒരു യൂട്യൂബറാണ്. അപ്പം അതിൻ്റെ കോണ്ടൻറ്റ് ക്രിയേഷൻ കാര്യങ്ങളൊക്കെ ഭയങ്കര ലേസി ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മടിച്ച് ഇന്ന് ചെയ്യേണ്ട, നാളെ ചെയ്യേണ്ട, മറ്റൊന്ന് ചെയ്യാം, ഈ ഒരു പരിപാടിയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് മാറ്റണം, ഒന്ന് ഫോക്കസ് ആവണം. ലൈക്ക് എല്ലാം ഒന്ന് തിരിച്ച് പിടിക്കണം ഗൈസ്. കുറേ കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ അതെല്ലാം ഒന്ന് തിരിച്ചു പിടിക്കണ്ടേ? അതൊക്കെ ഒന്ന് തിരിച്ചു പിടിക്കണം. ജീവിതത്തിൽ സക്സസ്ഫുൾ ആവണം. സക്സസ്ഫുൾ ഇൻ ദ സെൻസ് കുറേ പൈസ ഉണ്ടാക്കുന്നതല്ല എന്നെ സംബന്ധിച്ചോളം സക്സസ്. എന്നെ സംബന്ധിച്ചോളം ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക, ലൈഫ് അതിൻ്റെ ഫുൾ ഹാപ്പിനെസ്സിൽ ജീവിക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചുള്ള ഹാപ്പിനെസ്. വരുന്ന ദിവസങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ വന്ന പല എക്സ്പീരിയൻസുകളും എങ്ങനെ, ഇപ്പം നിങ്ങൾ ഒരു യങ്സ്റ്റർ ആണെന്നുണ്ടെങ്കിലും, ഒരു 24 വയസ്സിന് താഴെയുള്ളവരാണെന്നുണ്ടെങ്കിലും, മേ ബി 24-30 വയസ്സൊക്കെ റേഞ്ചിൽ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും, എൻ്റെ ലൈഫിൽ വരുന്ന സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഞാൻ പോകുന്ന സിറ്റുവേഷൻസൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ സ്റ്റിക്ക് ഓൺ ടു മൈ ചാനൽ. അധികം ആരും ഒന്നും കാണാനായിട്ട് കാണത്തില്ല, ബട്ട് സ്റ്റിൽ ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യണമെന്ന് പറയുന്നത് ടു ബ്രേക്ക് ദിസ് ചെയിൻ. എൻ്റെ ഈ ഒരു ചെയിൻ ബ്രേക്ക് ചെയ്യുക. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു സാധനമാണ് ഡെയിലി വ്ളോഗിങ് എന്ന് പറഞ്ഞ പരിപാടി ചെയ്യണം എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു സാധനമാണ്. അപ്പം അത് ചെയ്യുമ്പോൾ ഹാപ്പിയാവും. സോ ഐ എം ഡൂയിങ് ദിസ്. പിന്നെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യുക. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സംഭവം തന്നെ ചെയ്യുന്നത്. അല്ലാതെ ഇതിൽ കുറേ പൈസ ഉണ്ടാക്കി കളയാമെന്ന് വെച്ചിട്ടല്ല, അതൊരു റിയാലിറ്റിയാണ്. സോ ഗൈസ്, അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇഷ്ടമുള്ളവർക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിലാണ്. സ്റ്റേ സേഫ്, റൈറ്റ് സേഫ് ഹാൻഡ്.